പടം നമുക്ക് നോക്കിയാലോ. ടിയേഴ്സ് ഓഫ് ജോയ്. ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണുനീര്. നമ്മൾ കരയുമ്പോഴൊക്കെ നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന വെള്ളത്തിനെയാണ് ടിയേഴ്സ് എന്ന് പറയുന്നത്. ടിയേഴ്സ് ഓഫ് ജോയ് എന്ന് പറഞ്ഞാലോ, ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം. ടിയേഴ്സ് ഓഫ് ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് വരുന്ന കണ്ണുനീര്, ആനന്ദ കണ്ണുനീര് എന്നൊക്കെ നമുക്ക് പറയാം. നമുക്ക് പിക്ചർ ഒന്ന് നോക്കാം. ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? ഇവിടെ ടീച്ചറുണ്ട്. ഇതാരായിരിക്കും? നമ്മുടെ കവിത ആയിരിക്കില്ലേ? കവിത എന്താ ചെയ്യുന്നത്? ടീച്ചറെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ടീച്ചറെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ കാരണം? ഓക്കെ, പാടൊന്ന് വായിച്ചു നോക്കാം. സഷ ആൻഡ് നവീൻ മൂവ് ടുവേർഡ്സ് ദ സ്റ്റേജ്. സഷയും നവീനും സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോയി. ദ ഹെഡ് മാസ്റ്റർ ഷുക്ക് ഹാൻഡ്സ് വിത്ത് ദം. ഹെഡ് മാസ്റ്റർ അവരുമായി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ഷെയ്ക്ക് ഹാൻഡ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസാണ് ഷുക്ക് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ. ഷുക്ക് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, അങ്ങനെയാണ്. ആൾ ദ ചിൽഡ്രൻ അപ്ലോഡഡ് ദം എഗെയിൻ. ആൾ ദ ചിൽഡ്രൻ എല്ലാ കുട്ടികളും അപ്ലോഡഡ് എന്ന് പറഞ്ഞാൽ കൺഗ്രാജുലേറ്റ് ചെയ്തു, ക്ലാപ്പ് ചെയ്തു എന്നൊക്കെ പറയാം. ദം എഗെയിൻ പിന്നെയും അവരെ എല്ലാവരെയും ക്ലാപ്പ് ചെയ്തുകൊണ്ട് സ്വീകരിച്ചു. കവിത ലുക്ക്ഡ് അറ്റ് സഷ ആൻഡ് നവീൻ. കവിത സഷയും നവീനെയും നോക്കി. ഹെർ ഐസ് ബ്രൈറ്റൻഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അവളുടെ കണ്ണുകൾ നന്ദി കൊണ്ട് ശോഭിച്ചു നിന്നു, നല്ല ബ്രൈറ്റായിട്ട് നിന്നു. അനു ടീച്ചേഴ്സ് സോങ് വാസ് എക്കോയിങ് ഇൻ എവറി മൈൻഡ്. അനു ടീച്ചറുടെ കവിത എല്ലാവരുടെയും മനസ്സിലിങ്ങനെ എക്കോ ആയിട്ട് വന്നു. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ്. ഗീവ് ആൾ ദ ലവ് എ ഹാർട്ട് ക്യാൻ ഹോൾഡ്. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്. ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ 2-3 കവിത ഇത് വായിച്ചിട്ടുണ്ട്. ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് എന്തായിരുന്നു? നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. വർത്ത് മോർ ദാൻ ഗോൾഡ്. വർത്ത് എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്തതാണ്. ഗോൾഡിനെക്കാട്ടിലും സ്വർണത്തിനെക്കാട്ടിലും വിലയുള്ള ഒന്നാണ്. ഗീവ് ആൾ ദ ലവ്. നമുക്കുള്ള എല്ലാ സ്നേഹവും നമുക്ക് അവർക്ക് കൊടുക്കാം. എ ഹാർട്ട് ക്യാൻ ഹോൾഡ്. ഒരു ഹൃദയത്തിന് താങ്ങാൻ പറ്റുന്ന അത്രയും സ്നേഹം നമുക്ക് കൊടുക്കാം. ഈ കവിത ഒന്നുകൂടി വായിച്ചു നോക്കിയാലോ. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ്. ഗീവ് ആൾ ദ ലവ് എ ഹാർട്ട് ക്യാൻ ഹോൾഡ്. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. അനുപമ ടീച്ചർ, ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ? കം എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസാണ് കെയിം. കം എന്ന് പറഞ്ഞാൽ വരിക, കെയിം എന്ന് പറഞ്ഞാൽ വന്നു. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ്. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, മുന്നോട്ട് വരിക. അനുപമ ടീച്ചർ മുന്നോട്ട് വന്നു. ആൻഡ് ഹഗ്ഡ് കവിത. ഹഗ്ഡ് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക. ദ ഗേൾ സ്മൈൽഡ്. ആ പെൺകുട്ടി ചിരിച്ചു. എ ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ ഗ്ലിറ്റേർഡ് ഇൻ ദ കോർണർ ഓഫ് ഹെർ ഐസ്. എ ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ, ഒരു ചെറിയ കണ്ണുനീരിൻ്റെ തുള്ളി. ഗ്ലിറ്റേർഡ് ഇൻ ദ കോർണർ, തിളങ്ങി നിന്നു. എവിടെയാണ് തിളങ്ങി നിന്നത്? ഇൻ ദ കോർണർ ഓഫ് ഹെർ ഐസ്, അവളുടെ കണ്ണിൻ്റെ ഒരു മൂലയിൽ. കോർണർ എന്ന് പറഞ്ഞാൽ ഒരു മൂല എന്ന് പറയാം. ഇവിടെ ടീച്ചർ എന്തോ പറയുന്നുണ്ടല്ലോ. എന്താ പറയുന്നത് നമുക്ക് നോക്കണ്ടേ? അതിനു മുമ്പേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. വൈ ഡിഡ് കവിത സ്മൈൽ? എന്തുകൊണ്ടായിരിക്കും കവിത ചിരിച്ചത്? നമ്പർ 50. റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. ഈ സ്റ്റോറി നമ്മൾ നമ്മുടെ വേർഡ്സിൽ എഴുതുകയാണ് വേണ്ടത്. ഈ പിക്ചേഴ്സ് നോക്കിയിട്ട്, അതിലെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഈ സ്റ്റോറി രണ്ടാമത് എഴുതേണ്ടത്. നമുക്ക് ആദ്യത്തെ പിക്ചർ നോക്കാം. ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണുന്നത്? സഷയുണ്ട്, സഷയുടെ അമ്മയുണ്ട്. വാട്ട് ഡിഡ് സഷാസ് മദർ ഡു? സഷയുടെ മദർ എന്താണ് ചെയ്തത്? സഷാസ് മദർ വോക്ക് ഹെർ അപ്പ്. സഷയുടെ അമ്മ സഷയെ എണീപ്പിച്ചു. വാട്ട് വാസ് സഷാസ് ഫാദർ ഡൂയിങ്? സഷയുടെ അച്ഛൻ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? സഷാസ് ഫാദർ വാസ് പ്രിപ്പയറിങ് ഉണ്ണിയപ്പം, അല്ലെങ്കിൽ കുക്കിംഗ് ഉണ്ണിയപ്പം. വാട്ട് ഡിഡ് സഷ ഡു? സഷ ഈ ക്ലാസ് റൂമിൽ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സഷ എല്ലാവർക്കും ഉണ്ണിയപ്പം പങ്കുവയ്ക്കുകയാണ്. സഷ ഷെയർഡ് ഉണ്ണിയപ്പം വിത്ത് ഹെർ ഫ്രണ്ട്സ്. ഹൂ ഡിഡ് സഷ സീ നിയർ ദ ഡോർ? സഷ ആരെയാണ് ആ ജനലിൻ്റെ അവിടെ
കണ്ടത്? സഷ സോ എ ഗേൾ നിയർ ദ ഡോർ വിത്ത് ടോൺഡ് ഡ്രസ്സസ് ആൻഡ് മെസ്സി ഹെയർ. വാട്ട് ഡിഡ് സഷ ആൻഡ് നവീൻ ഹിയർ? സഷയും നവീനും എന്താണ് കേട്ടത്? സഷയും നവീനും വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെന്താണ് കേട്ടത്? ദേ ഹേർഡ് എ സോങ് ദാറ്റ് ടീച്ചർ ടോട്ട് ദെം ടുഡേ. അവരെ ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ച പദ്യം ആരോ ചൊല്ലുന്നതാണ് അവർ കേട്ടത്. വാട്ട് ഡിഡ് സഷ ഗീവ് കവിത? സഷ എന്താണ് കവിതയ്ക്ക് കൊടുത്തത്? സഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. സഷ ഒരു പിക്ചർ സ്റ്റോറി ബുക്ക്, ഒരു ചിത്രകഥാപുസ്തകമാണ് കവിതയ്ക്ക് കൊടുത്തത്. അടുത്തത്, വാട്ട് ഹാപ്പൻഡ് ഇൻ ദ സ്കൂൾ അസംബ്ലി? നമുക്ക് ഈ പിക്ചർ നോക്കിയാൽ അറിയാം, സ്കൂൾ അസംബ്ലിയാണ് നടക്കുന്നത്. ഇവിടെ ആരൊക്കെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. എന്തൊക്കെയാണ് ഉണ്ടായത്? കവിത ജോയിൻഡ് ദ സ്കൂൾ. ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ ഫോർ ഹെൽപ്പിംഗ് കവിത ടു ജോയിൻ സ്കൂൾ. കവിതയെ സ്കൂളിലേക്ക് ചേർക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തതിന് സഷയും നവീനെയും കൺഗ്രാജുലേറ്റ് ചെയ്തു, അഭിനന്ദിച്ചു. അത് നോക്കിയാലോ, എവറിബഡി ബിക്കെയിം ഹാപ്പി. വൈ? എന്തിനാണ് എല്ലാവരും ഹാപ്പി ആയത്? ഒന്നാമത്തെ കാര്യം, കവിത ജോയിൻഡ് ദ സ്കൂൾ. അതുകൊണ്ട് കവിത വളരെയധികം ഹാപ്പിയായി. ബാക്കി എല്ലാവരും എന്തിനാണ് ഹാപ്പി ആയത്? ബിക്കോസ് ദേ ഗോട്ട് എ ന്യൂ ഫ്രണ്ട് കവിത. അവർക്കൊരു പുതിയ കൂട്ടുകാരിയെ കിട്ടി. ആരാണ് പുതിയ കൂട്ടുകാരി? കവിത. അത് നോക്കിയാലോ, എവറിബഡി ബിക്കെയിം ഹാപ്പി. വൈ? എന്തിനാണ് എല്ലാവരും ഹാപ്പി ആയത്? ഒന്നാമത്തെ കാര്യം, കവിത ജോയിൻഡ് ദ സ്കൂൾ. അതുകൊണ്ട് കവിത വളരെയധികം ഹാപ്പിയായി. ബാക്കി എല്ലാവരും എന്തിനാണ് ഹാപ്പി ആയത്? ബിക്കോസ് ദേ ഗോട്ട് എ ന്യൂ ഫ്രണ്ട് കവിത. അവർക്കൊരു പുതിയ കൂട്ടുകാരിയെ കിട്ടി. ആരാണ് പുതിയ കൂട്ടുകാരി? കവിത. നമുക്ക് ഈ സ്റ്റോറി ഒന്ന് എഴുതി നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ വേർഡ്സിൽ എഴുതാൻ മാക്സിമം ശ്രമിക്കുക. സഷ വാസ് സ്ലീപ്പിംഗ് ഇൻ ഹെർ ബെഡ്. സഷ അവളുടെ ബെഡിൽ ഉറങ്ങുകയായിരുന്നു. ഹെർ മദർ വേക്ക്ഡ് ഹെർ അപ്പ്. അവളുടെ അമ്മ അവളെ വിളിച്ചുണർത്തി. ഹെർ ഫാദർ വാസ് കുക്കിംഗ് ഉണ്ണിയപ്പം. അവളുടെ അച്ഛൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയായിരുന്നു. ഷീ ഷെയർഡ് ഉണ്ണിയപ്പം വിത്ത് ഹെർ ഫ്രണ്ട്സ്. അവൾ ആ ഉണ്ണിയപ്പം അവളുടെ കൂട്ടുകാരുമായി പങ്കുവച്ചു. സഡൻലി എ ഗേൾ അപ്പിയേർഡ് നിയർ ദ ഡോർ. പെട്ടെന്ന് ആ ഡോറിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടു. സഷ സോ ഹെർ. സഷ അവളെ കണ്ടു. ബട്ട് ഷീ റാൻ അവേ. പക്ഷേ അവൾ ഓടിപ്പോയി. ഓൺ ദ വേ ടു ഹോം. വീട്ടിലേക്ക് പോകുന്ന വഴി സഷ ആൻഡ് നവീൻ സോ ദ ഗേൾ. വീട്ടിലേക്ക് പോകുന്ന വഴി സഷയും നവീനും ആ പെൺകുട്ടിയെ കണ്ടു. എഗെയിൻ, വീണ്ടും കണ്ടു. സഷ ഗേവ് എ ബുക്ക് ടു ഹെർ. സഷ അവൾക്ക് ഒരു ബുക്ക് കൊടുത്തു. സഷ ആൻഡ് നവീൻ ഹെൽപ്ഡ് കവിത ടു ജോയിൻ ദ സ്കൂൾ. സ്കൂളിൽ ചേരാൻ വേണ്ടി സഷയും നവീനും കവിതയെ സഹായിച്ചു. എവരിബഡി ബിക്കെയിം ഹാപ്പി. എല്ലാവരും വളരെ സന്തോഷമായി. എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. ഉദാഹരണം മാത്രമാണ്, ഇതൊരു എക്സാമ്പിളാണ്. നിങ്ങൾക്കൊരു പിക്ചർ ഡിസ്ക്രിപ്ഷനോ ഒരു സ്റ്റോറി റീകാസ്റ്റ് ചെയ്യാനൊക്കെ പറയുമ്പോൾ നിങ്ങളുടേതായ വാക്കുകളിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആ പിക്ചർ കാണുമ്പോൾ ഓർമ്മ വരുന്നത് അത് വെച്ചാണ് പിക്ചർ ഡിസ്ക്രിപ്ഷനും സ്റ്റോറി റീകാസ്റ്റും ഒക്കെ ചെയ്യേണ്ടത്.